ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഫാഷൻ മെർച്ചൻഡൈസിങ്. എന്താണ് ഫാഷൻ മെർച്ചൻഡൈസിങ്? മെർച്ചൻഡൈസിങ് എന്നുള്ളൊരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വ്യാപാരം ചെയ്യുന്നതിനാണ് നമ്മൾ മെർച്ചൻഡൈസിങ് എന്ന് പറയുക. അപ്പോൾ ഫാഷൻ മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? നമ്മൾ ഒരു ഉചിതമായൊരു സമയത്ത് ആ ഒരു ഉൽപ്പന്നം പിന്നെ ശരിയായൊരു മാർക്കറ്റിൽ നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക? ഒരു നൈപുണ്യമായിട്ടുള്ളൊരു പരസ്യം കൊടുക്കുക, ആകർഷകമായിട്ടുള്ള ഡിസ്പ്ലേ വെക്കുക, എന്നിട്ട് നമ്മൾ ആ വിൽപ്പനേൻ്റെ ആസൂത്രണവും പ്രോത്സാഹനവും ചെയ്യുക. അതിനെയാണ് നമ്മൾ ഫാഷൻ മെർച്ചൻഡൈസിംഗ് എന്ന് പൊതുവായിട്ട് പറയുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഫാഷൻ മെർച്ചൻഡൈസിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ? അതായത് ഫാഷൻ മെർച്ചൻഡൈസിങ് എന്താണെന്ന്. നമ്മൾ ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതായത് അപ്പാരൽ, നമ്മളിപ്പം ഇതിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത് ഫാഷൻ അപ്പാരൽ മെർച്ചൻഡൈസിങ്ങിനെ കുറിച്ചാണ്. അപ്പം അപ്പാരൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡർ, അതായത് നമുക്ക് വരുന്ന ബയേഴ്സിൻ്റെ റിക്വസ്റ്റ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്കത് അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? കസ്റ്റമേഴ്സിൻ്റെ നീഡ് എന്താണെന്നനുസരിച്ചായിരിക്കും ബയേഴ്സിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മളുടെ വേറൊരു ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമ്മളതെങ്ങനെയാണ് അറിയാം? നമ്മളെങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ് അറിയാം? നമ്മൾ മുൻകൂട്ടി, അതായത് അടുത്ത ട്രെൻഡ് എന്താണ് വരാൻ പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡുകൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിതെങ്ങനെയാണ് ഇതിൽ മെർച്ചൻഡൈസിങ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? ക്യാമ്പയിൻസ് വെക്കും അല്ലേ? ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്യാമ്പയിൻസ് ഉണ്ടാവും, പിന്നെ കുറേ ഡിസ്പ്ലേകൾ വെക്കും, അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ഇതിന് എത്രത്തോളം നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മൾ എല്ലാ മീഡിയകളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ പ്രൊമോഷൻ ചെയ്യും. സെയിൽസ് കൂട്ടി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതാണ് മെർച്ചൻഡൈസിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പിന്നെ ഇതിലൊരു ഡെഫിനീഷൻ പറയുവാണെങ്കിൽ, മെർച്ചൻഡൈസിങ് അപ്പാരൽ എക്സ്പോർട്ട് മെർച്ചൻഡൈസിങ്ങിൻ്റെ ഒരു ഡെഫിനീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ ബയേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടാവും, ഇന്ന ടൈമിൽ അവർക്ക് ആ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാളിറ്റിയുള്ള റൈറ്റ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റുകൾ, ക്വാളിറ്റിയുള്ള അവരുടെ റിക്വയർഡ് എത്രയാണെന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ, റൈറ്റ് പ്രൈസ്, അതായത് പ്രൈസ് അവർക്ക് എത്രയാണോ അതിന് നമ്മൾ ആദ്യമേ എല്ലാം പറയുമല്ലോ, ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ഇത്രയും കോസ്റ്റ് ആവും. അപ്പം റൈറ്റ് പ്രൈസിൽ റൈറ്റ് കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറയൂലേ? അപ്പം നമ്മൾ അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റൈറ്റ് പ്ലേസിൽ എവിടെയാണോ നമുക്ക് ആ ഷിപ്മെൻറ്റ് എത്തേണ്ടത്, ബയർ റിക്വസ്റ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് അവരുടെ അവിടേക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പോർട്ട് മെർച്ചൻഡൈസിങ്ങിൽ പറയുന്നത്. 6 റൈറ്റുകളാണ്. ഓക്കെ, അവകാശങ്ങളായിട്ടാണ് അത് പറയുന്നത്. അപ്പം നമുക്ക് ഫാഷൻ മെർച്ചൻഡൈസിങ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ എക്സ്പോർട്ട് മെർച്ചൻഡൈസിങ് പറഞ്ഞു, അതിന് മുന്നേ പൊതുവായിട്ട് ഞാൻ പറഞ്ഞു ഫാഷൻ മെർച്ചൻഡൈസിങ് എന്താണെന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ പറയുന്നതും അതേ ഒരു ഇത് തന്നെയാണ്, ഡെഫിനിഷൻ തന്നെയാണ് പറയുന്നത്. പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ ഓഫ് സെയിൽസ്. നമ്മൾ സെയിൽസിൻ്റെ പ്ലാനിങ്ങും പ്രൊമോഷനും ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ്? റൈറ്റ് മാർക്കറ്റിൽ, നമ്മളുടെ റൈറ്റ് മാർക്കറ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നൊരു പ്രൊഡക്റ്റ്, മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പം ജെൻസിൻ്റെ ഒരു
ഇതാണ് എന്താണ് ജെൻസിൻ്റെ ഒരു പുതിയ സ്റ്റൈലുള്ള ഒരു ഡ്രസ്സാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന ആരാണ്? ആ ഒരു മെൻസ് കാറ്റഗറിയിലുള്ളവരായിരിക്കും അല്ലേ? അല്ല, കിഡ്സ് വെയർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് കിഡ്സാണ്. അപ്പോൾ അത് റൈറ്റ് മാർക്കറ്റിൽ, അത് റൈറ്റ് പ്രോപ്പർ ടൈമിൽ, അതായത് റൈറ്റ് ടൈമിൽ എങ്ങനെയാണ് സ്കിൽഫുള്ളായിട്ടുള്ള അഡ്വർടൈസിങ്ങും ഒക്കെ വെച്ചിട്ട് നമ്മൾ അവരെ അട്രാക്റ്റ് ചെയ്യുകയാണ് അല്ലേ? നമ്മൾ ഓരോ ഇതിൽ കൂടെ അട്രാക്റ്റീവ് ഡിസ്പ്ലേ വഴിയൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇതിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കൂടണം അല്ലേ? നമ്മൾ സെയിൽസ് അതിനാണ് ചെയ്യുന്നത്. മെർച്ചൻഡൈസിങ് ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിപ്പം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മാർക്കറ്റിന് ആവശ്യമില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആരും ആക്സെപ്റ്റ് ചെയ്യൂല അല്ലേ? അപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, വിൻ്റർ സീസൺ വരുവാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റെയിനി സീസൺ വരുവാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം പിന്നെ റെയിനി സീസണിലേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ വിൻ്ററിലോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ പ്രൊഡക്റ്റുകൾ ഇറക്കിയെന്ന് വിചാരിക്കുക. പക്ഷേ ആ ഒരു സീസണിൽ നമുക്കത് അത്രയും കംഫർട്ടബിൾ ആവില്ല. കാരണം ഇത് നമുക്ക് ഉണങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഇത് മുൻകൂട്ടി കാണുകയും വേണം. പുതിയ ട്രെൻഡ് വരുന്നത് എന്താണെന്നുള്ള ഫോർകാസ്റ്റിംഗ് പറഞ്ഞല്ലോ, ഫാഷൻ ഫോർകാസ്റ്റിംഗ്. കാരണം നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ നമ്മൾ അറിയണം. അതിന് ഒരുപാട് എന്താ പറയുക, കുറേ ഇതുണ്ട്. നമ്മൾ കുറേ യാത്ര ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളൊരു പുതിയൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുന്നത്. അപ്പം അടുത്ത ട്രെൻഡ് എന്താണെന്നുള്ളൊരു മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണം നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും, ബയേഴ്സ് ചിലപ്പോൾ ഓർഡർ തരും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാനും വേറൊരു ഇതിൽ വരുന്നുണ്ട്. അപ്പം മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, കറക്റ്റ് ടൈമിൽ നമ്മുടെ പ്രൊഡക്റ്റ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ മെർച്ചൻഡൈസർ എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ജോബ് മാത്രമല്ല അയാൾക്കുള്ളത്. അയാളാണ് ഈ അപ്പാരൽ ഇൻഡസ്ട്രിയിൽ കുറേ ഇതിൽ, അതായത് കുറേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളാണ് ഇത് ഫാഷൻ മെർച്ചൻഡൈസർ. ഓക്കെ, ഈ മെർച്ചൻഡൈസിങ്ങിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ഒരാളുണ്ടാവില്ല, ഫാഷൻ മെർച്ചൻഡൈസർ. അയാൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് മെർച്ചൻഡൈസിങ് ഏതൊക്കെ ഇതൊക്കെയാണ്. അപ്പം 2 ടൈപ്പിലാണ് മെർച്ചൻഡൈസിങ്ങിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് എക്സ്പോർട്ട് മെർച്ചൻഡൈസിങ്ങും റീറ്റെയിൽ മെർച്ചൻഡൈസിങ്ങും. അപ്പോൾ എക്സ്പോർട്ട് മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, വേറെ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് എക്സ്പോർട്ട് മെർച്ചൻഡൈസിങ്ങിൽ. റീറ്റെയിൽ മെർച്ചൻഡൈസിങ്ങിലോ നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന്, നമ്മുടെ നാട്ടിലുള്ള ആ ഒരു യൂസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ റീറ്റെയിൽ മെർച്ചൻഡൈസിങ്ങിൽ നമുക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട്, വിഷ്വൽ മെർച്ചൻഡൈസിങ് ഉണ്ട്. കാരണം വിഷ്വൽ മെർച്ചൻഡൈസിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിഷ്വൽ മെർച്ചൻഡൈസർ എന്നൊക്കെ. നമ്മളിപ്പോൾ ഒരു നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, വലിയ ഏതെങ്കിലും നല്ലൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഡിസ്പ്ലേകൾ ഉണ്ടാവും കുറേ. അതെന്ന് പറഞ്ഞാൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വിഷ്വൽ മെർച്ചൻഡൈസറിൻ്റെ അതിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് വിഷ്വൽ മെർച്ചൻഡൈസിങ്. നമ്മൾക്ക് ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും, നമുക്കത് വാങ്ങാനുള്ളൊരു ഇത് വരും, ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതെന്ന് പറയുന്നത് വിഷ്വൽ മെർച്ചൻഡൈസിങ്ങിൽ വരുന്നതാണ്. അപ്പം എക്സ്പോർട്ട് മെർച്ചൻഡൈസിങ് നമ്മൾ പറഞ്ഞു അല്ലേ, ഫോറിൻ കൺസ്യൂമർ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിക്കുക. അതായത് ഒരുപാട് അറിയാമല്ലോ, ഒരുപാട് ബ്രാൻഡുകൾ, വിദേശത്തുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ ഇങ്ങോട്ടേക്കും എന്താ പറയുക ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ ബ്രാൻഡുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അല്ലേ. അപ്പം ഒരു ഗ്ലോബൽ മാർക്കറ്റാണ് അതിൽ നമുക്ക് വരുന്നത്. പിന്നെ റീറ്റെയിൽ മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡൊമസ്റ്റിക്, നമ്മുടെ ഇവിടുത്തെ ഒരു മെർച്ചൻഡൈസിങ് ഇതിലാണ്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ പ്രൈസിങ്ങും പ്രൊമോഷനൊക്കെ ഒരു ഇതിൽ എന്താ പറയുക സെയിൽസിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിലുള്ള ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. പിന്നെയോ കസ്റ്റമേഴ്സിന് പിന്നെ നമ്മൾ പല ഓഫേഴ്സൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യൂല്ലേ. അങ്ങനെയാണല്ലോ നമ്മൾ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും റീറ്റെയിൽ മെർച്ചൻഡൈസിങ്ങിൽ.
വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഷോപ്സിലൊക്കെയുള്ള ആ ഒരു അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേകൾ ഉണ്ടാവും, ഡെക്കറേഷൻസ് ഉണ്ടാവും, പിന്നെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവിടെ ഓരോ ലേ ഔട്ട് ഉണ്ടാവും. ഇന്ന സെക്ഷനിൽ ഇന്ന കാര്യങ്ങൾ, ഇന്ന ഡ്രസ്സുകൾ, അല്ലെ ഇന്ന ഫുഡ് വെയർ ഇന്ന സൈഡിൽ, അങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ടാകും. കിഡ്സിൻ്റെ ഇത്രയും സ്പേസിൽ, അതായത് ഇത്രയും ലേ ഔട്ടിലുള്ളതാണ് ഇന്ന സാധനങ്ങൾ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വിഷ്വൽ മെർച്ചൻഡൈസറാണ് അതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ആൾക്ക് ഒരു പ്രൊഡക്റ്റ്, ഇന്ന പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് അതായത് സെയിൽസ്മാനൊക്കെ പെട്ടെന്ന് നമുക്ക് ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ അവർക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും അല്ലേ. നമ്മളിപ്പം പിന്നെ ഉള്ളത് ഡ്രസ്സ് ചെയ്തിട്ട് മാനിക്വീൻസൊക്കെ ഉണ്ടാവും അല്ലേ. അതൊക്കെ എന്തിനാണ് നമ്മൾ ഡിസ്പ്ലേകൾ വെക്കുന്നത്, നമ്മളെ കൂടുതലായിട്ടും അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിലാണ് നമ്മൾ വിഷ്വൽ മെർച്ചൻഡൈസറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ആദ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു, വിഷ്വൽ മെർച്ചൻഡൈസറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മെർച്ചൻഡൈസറിൻ്റെ റോള് എന്താണെന്നൊക്കെ നമുക്ക് ഇനി നോക്കാം. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കുറേ ഇൻ്റർനാഷണൽ റീറ്റെയിലേഴ്സാണ്. അതായത് ഇതൊക്കെ വലിയ ബ്രാൻഡാട്ടോ. ടോമി ഹിൽഫിഗ ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഫേമസ് ബ്രാൻഡാണ്. പിന്നെ വാൾമാർട്ട് എന്നൊക്കെ പറയുന്ന വലിയ റീറ്റെയിലേഴ്സാണ്. മാർക്ക് ആൻഡ് സ്പെൻസർ, എസ്പിരിറ്റ്, ഇതൊക്കെ കേട്ടതായിരിക്കും കുറേ ഇതൊക്കെ ഉള്ളത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ചിലതൊന്നും കേൾക്കാത്തതുണ്ടാവും. നയൻ വെസ്റ്റ്, ലിസ് കാലി, ബോൺ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റീറ്റെയിലേഴ്സാണ്. അപ്പം നെയിമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, കുറേ ബ്രാൻഡുകളുടെ പേരുകളൊക്കെ നോക്കി വയ്ക്കുക, കുറേ ഡിസൈനേഴ്സിൻ്റെ പേര് നോക്കുക, അവരേതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ഏത് കാറ്റഗറി ഓഫ് ഡ്രസ്സാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനത്തെ ഒന്ന് നോക്കി വെക്കുക. കാരണം ജനറലായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മെർച്ചൻഡൈസർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് പ്രൈസിൽ, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് ടൈമിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന ഉറപ്പ് വരുത്തുന്ന ആളാണ് ഏത്, മെർച്ചൻഡൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസ്പോൺസിബിലിറ്റി, ആളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഒരു സിംഗിളായിട്ടുള്ളൊരു ജോബല്ല, അയാൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അതപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ അവിടെ ഉണ്ട്, പിന്നെ മാർക്കറ്റിംഗ് സെക്ഷനിൽ വരും, പിന്നെ സെല്ലിങ്ങിൽ അല്ലേ, സെല്ലിംഗ് കോൺസെപ്റ്റ് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ പോകണം, പിന്നെ ഓർഡേഴ്സ് എങ്ങനെ ബുക്ക് ചെയ്യണം, പിന്നെ ഡെലിവറി കൺഫേം ചെയ്യുന്നത്, ഇതെല്ലാം ഇയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് മെർച്ചൻഡൈസറിൻ്റെ. അപ്പം മെർച്ചൻഡൈസിങ്ങിൻ്റെ ഒരു സോള് അല്ലെങ്കിൽ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നേരത്തെ പറഞ്ഞ പോലെ ഫാബ്രിക്കിൻ്റെ, പിന്നെ സാമ്പിളിങ്, പ്രൊഡക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ, ഇതെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് ആര്, മെർച്ചൻഡൈസർ എന്ന് പറയുന്ന ആൾ. അപ്പം നല്ലൊരു വർക്ക് ലോഡുള്ളൊരു ജോബാണ് മെർച്ചൻഡൈസർ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം കുറേ പേര് ഇതിൽ മെർച്ചൻഡൈസറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് ഈ ഒരു ജോബിൻ്റെ എന്ന്. ഭയങ്കര പ്രഷറായിരിക്കും, കാരണം നമ്മൾ കൂടെ ഉള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. കാരണം ഇന്ന പ്രൊഡക്റ്റ് ഇത്ര ഡേറ്റിൽ അത് ആ സാധനങ്ങൾ കറക്റ്റായിട്ട് ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതായത് ബയേഴ്സിൻ്റെ പിന്നെ റിക്വസ്റ്റ് ഉണ്ടാവുമല്ലോ, അവരുടെ ഓർഡർ കറക്റ്റ് മീറ്റ് ചെയ്യണം, കറക്റ്റ് ടൈമിൽ അവർക്ക് അവൈലബിൾ ആക്കണം. അതാണ് മെർച്ചൻഡൈസറിൻ്റെ ഡ്യൂട്ടി, മെയിൻ ഡ്യൂട്ടി. അപ്പോൾ മെർച്ചൻഡൈസിങ്ങിൻ്റെ ഒരു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേഷൻ വേണം, പിന്നെ ഇത് മാനേജ് ചെയ്യണം, എന്തൊക്കെയാണ്, പിന്നെ അവരുടെ ടാർഗറ്റ് എന്താണ് അതൊക്കെ അറിഞ്ഞിരിക്കണം, പിന്നെ ബയേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അത് നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിന്നെ ബയേഴ്സിൽ നിന്ന് ഉള്ള മെസ്സേജ് ഇവിടെയുള്ള ഇതിലേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ഒക്കെ നമ്മൾ കൺവേ ചെയ്യാൻ പറ്റണം. നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാനുള്ളൊരു ഇതാണെന്ത്, ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ബയേഴ്സുമായിട്ടും ഒക്കെ മെസ്സേജ് കൺവേ ചെയ്യാനുള്ള കൂടെ പറ്റണം.
പിന്നെ നമ്മൾ പറഞ്ഞു ഡ്യൂട്ടി പറഞ്ഞു, പക്ഷേ ഇത് വേറൊരു മെയിനായിട്ടുള്ളൊരു പോയിന്റ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇത് പിന്നെയും വെച്ചതാണ്. സോഴ്സിങ്, അതായത് കറക്റ്റ് എന്താണ് സോഴ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണോ ബയറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൊഡക്റ്റുകൾ, റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യേണ്ടതൊക്കെ. ഓക്കെ. പിന്നെ ഫാബ്രിക് ഏത് സെലക്ട് ചെയ്യണം, ഏത് ട്രിം യൂസ് ചെയ്യണം, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതിനനുസരിച്ച് ഫോളോ ചെയ്യണം. പിന്നെ നമുക്കറിയാം കോസ്റ്റിംഗ് എത്രയാവും, ഗാർമെൻറ്റിൻ്റെ കോസ്റ്റിംഗ് എങ്ങനെ വരും, ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയിടുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ലേബർ ചാർജും പിന്നെ അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന എല്ലാ ബില്ലുകളും ഒക്കെ കൂടെ കൂട്ടി അതിൽ നമ്മുടെ പ്രോഫിറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഒരു പ്രൊഡക്റ്റിനല്ല എല്ലാം വരിക, നമ്മൾ ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളത് സ്പ്ലിറ്റ് ആക്കുന്നതാണ് അത്. പിന്നെ ഞാൻ ജനറലായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിനായിട്ടുള്ളൊരു ജോബ് എന്ന് പറയുന്നത് മെർച്ചൻഡൈസറിൻ്റെ ജോബാണ്. ഡിസൈനറിനൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷെ മെർച്ചൻഡൈസറിന് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വരെ എടുത്ത് അതിനനുസരിച്ചുള്ളൊരു പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ മെർച്ചൻഡൈസിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, മെർച്ചൻഡൈസറിൻ്റെ ജോബ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഏതൊക്കെ ടൈപ്പാണ് മെർച്ചൻഡൈസിങ് ഉള്ളത് ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫാഷൻ മെർച്ചൻഡൈസിങ്ങിൽ തന്നെ വരുന്ന 2 ടോപ്പിക് ഉണ്ട്. സ്പെസിഫിക്കേഷൻസ് ഷീറ്റ് ഉണ്ട്, സ്പെക് ഷീറ്റ് എന്ന് പറയും. പിന്നെ ടെക് പാക്ക്, അത് രണ്ടും നമ്മൾ അടുത്ത ടോപ്പിക്കിൽ കവർ ചെയ്യും. ഓക്കെ. ഒരു ഹെഡിങ്ങിൽ തന്നെ 2-3 എണ്ണം വരുന്നുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് തീർത്ത് കഴിഞ്ഞാൽ നോട്ട്സ് ഒരുമിച്ചാവും. അതുകൊണ്ട് ഞാനിത് ഫാഷൻ മെർച്ചൻഡൈസിങ് മാത്രം ഈ ടോപ്പിക്കിൽ വന്നിട്ടുള്ളൂ. അടുത്തതിലേക്ക് വരും. പിന്നെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.